സുഹൃത്തുക്കളെ, എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരും പക്ഷേ കാത്തിരുന്നത് നമ്മുടെ തവനൂർ മണ്ഡലത്തിൽ KT ജലീൽ ഇനിയും മത്സരിക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഒരു മണിക്കൂർ മുമ്പ് KT ജലീൽ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പാർട്ടി പറഞ്ഞു, കൃത്യമായിട്ടും CPIM എന്നർത്ഥം. പാർട്ടി പറഞ്ഞു, ശിരസ വഹിക്കുന്നു. വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. മാറി നിൽക്കാനുള്ള ആഗ്രഹം അറിയിച്ചിട്ടും CPIM എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് എൻ്റെ ജീവിതം പോലും പകരമാവില്ല. തവനൂരിൽ വീണ്ടും ഒരു അംഗത്തിന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ 15 വർഷം തവനൂരുകാരോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. തവനൂരിന്റെ വികസന ചരിത്രത്തിലെ വസന്തകാലമാണ് നാം പിന്നിട്ടത്. ഇനിയും നേടാനുള്ളത് തവനൂരിൻ്റെതാകാൻ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃത്യമായിട്ടും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ തവനൂരിൽ ഉണ്ടായിരുന്നു എന്ന്. അതിൻ്റെ അടിയിൽ ഒരു പോസ്റ്റ് കൂടിയുണ്ട്. അതിങ്ങനെയാണ്: അപ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ. ഇതിനൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സൈഡ് ഫോട്ടോ തൊട്ടടുത്ത് വിശ്വസ്തൻ എന്ന് വിളിക്കാവുന്ന ജലീലിന്റെ ഒപ്പം ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പിണറായി സഖാവിന്റെ ഫോട്ടോയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്താണ് പിണറായിയുടെ വായിൽ നിന്ന് ആ ഒരു വാക്ക് പുറത്തു വന്നത്, അപ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയില്ല എന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു സന്ദർഭം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇല്ലാത്തവർക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രളയം കഴിഞ്ഞ് വീടുകളിൽ നിന്നെല്ലാം വെള്ളമെല്ലാം ഒഴിഞ്ഞു പോയ ആ സന്ദർഭത്തിൽ വീടുകളിലേക്ക് മുഴുവൻ ചളി കെട്ടിക്കിടക്കുന്നുണ്ട്. അതെല്ലാം വൃത്തിയാക്കാൻ എന്ത് ചെയ്യും സഖാവേ, എന്ത് ചെയ്യും CM എന്ന് പറയുന്ന ആ ഒരു സംശയമായിട്ടുള്ള വളരെയധികം മെനക്കെട്ട ഒരു ജോലിയാണല്ലോ ഇനി ചെയ്തു തീർക്കാനുള്ളത് എന്ന തരത്തിലുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമായിരുന്നു നമ്മുടെ CMO പറഞ്ഞത്. അതിങ്ങനെയാണ്: എന്തിനത്ര വിഷമിക്കാനുള്ളത്, നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയില്ലേ എന്ന്. അതേ വാക്കോട് കൂടിയിട്ടാണ് വിശ്വസ്തനായിട്ടുള്ള പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന KT ജലീൽ ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നോക്കിക്കോളൂ, എന്താണ് നമ്മുടെ KT ജലീൽ ഇത്ര കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു തവനൂരിന് ഇത്രയേറെ പ്രിയപ്പെട്ട ഒരുവനാവാൻ കാരണം എന്താണ്? നമുക്കറിയാം, 2006 ആദ്യമായിട്ട് രാഷ്ട്രീയ രംഗത്തിലേക്ക് ഒരു വിജയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം എത്തുന്നത്. 2006 വരെ ഇദ്ദേഹം മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു, മുസ്ലിം ലീഗിന്റെ യുവ സംഘടനയോടൊപ്പമായിരുന്നു. മുസ്ലിം ലീഗിലെ ചില കൊള്ളരുതായ്മകൾ, ചില പിരിവുകൾ, ആ പിരിവിന്റെ കണക്ക് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ആവശ്യമില്ല, താൻ അടക്കമുള്ള ആളുകൾ ബിരിയാണി ചെമ്പ് തുറന്ന് അത് തിന്നുപോയാൽ മതി എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരുടെ ആ ഒരു തിട്ടൂരം ഉണ്ടല്ലോ, ആ തിട്ടൂരം അംഗീകരിക്കാൻ വയ്യാതെയാണ് അതിൽ നിന്ന് വഴക്കിട്ട് KT ജലീൽ ഇറങ്ങുന്നത്. 2006 മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി ഇടത് സ്വതന്ത്രനായിട്ട് ആദ്യമായിട്ടും KT ജലീൽ മത്സരിക്കുന്നു. ഇപ്പോഴും ചോദ്യം അത് തന്നെയാണ്: ഇടത് സ്വതന്ത്രനായിട്ട് തന്നെയാണോ അതോ ഒരു പക്ക ഇടതുപക്ഷക്കാരനായിട്ട് CPMന്റെ കൊടിയുടെ കീഴിലാണോ ജലീൽ മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അന്ന് മുസ്ലിം ലീഗിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള, ഒരുപക്ഷെ ജയിക്കുകയാണെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ പരിഗണിക്കാൻ കഴിയുന്ന നമ്മുടെ അധികായനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ് അന്ന് 2467 വോട്ടിന് KT ജലീൽ തോൽപ്പിച്ചത്. 2467 വോട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നിയമസഭ ഇലക്ഷന് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു വോട്ടായിരിക്കാം. പക്ഷേ അത്രയും ആളുകൾ PK കുഞ്ഞാലിക്കുട്ടി ഇനി കുറ്റിപ്പുറത്ത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു എന്നർത്ഥം. അന്ന് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട്, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ ലീഗ് അനുഭവിച്ച ഏറ്റവും വലിയ അടിയായിട്ട് KT ജലീലിന്റെ ആ ഒരു വിജയത്തെ നമുക്ക് കാണാം. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടുള്ള ചില തെരഞ്ഞെടുപ്പുകളും സംഗതി നോക്കാം. വർഷം 2006 കുറ്റിപ്പുറത്താണെങ്കിൽ 2011 തവനൂർ മണ്ഡലം അന്ന് ഉണ്ടാക്കപ്പെടുന്നു. 2011 ഒരു മണ്ഡല പുനർനിർണയമൊക്കെ വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തവനൂർ മണ്ഡലം ഉണ്ടാകുന്നു. പിന്നെ 2011 മുതൽ ഇദ്ദേഹം തവനൂർ മണ്ഡലത്തിലാണ് ഇദ്ദേഹം ജയിച്ചത്. 2011, 2016, പിന്നീട് 2021. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ അദ്ദേഹം എത്തുന്നതും അവിടെ അദ്ദേഹം മന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതും 2016 നമുക്കറിയാം. നോക്കൂ, അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിഷയങ്ങൾ ഒന്ന് തദ്ദേശ സ്വയംഭരണം, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് KT ജലീൽ
കൈകാര്യം ചെയ്തിരുന്നത്. ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാൻ കഴിയുന്നത് സർവകലാശാലയിലെ പരീക്ഷ നടത്തിപ്പും ഫലപ്രഖ്യാപനവും വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അദാലത്തുകൾ സംഘടിപ്പിച്ചത് അന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിരുന്നു. ഒപ്പം തന്നെ കെ ഡിസ്ക് പോലുള്ള പദ്ധതികൾ വഴി ഗവേഷണ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ KT ജലീൽ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനായതിനാൽ ഇതിനൊക്കെ കൂടുതൽ ഒരു മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞിരുന്നു എന്നർത്ഥം. തദ്ദേശ സ്വയംഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഭരണകാലത്തിലായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്കോളർഷിപ്പ് വിതരണം, സിവിൽ സർവീസ് കോച്ചിങ് സെന്ററുകൾ, ഇങ്ങനെയുള്ള ചില സംഗതികൾ നമ്മൾ പൊന്നാനിയൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്നറിയാം. എന്തൊക്കെയായാലും ഏറ്റവും ഗംഭീരമായിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വിജയങ്ങൾ തന്നെയാണ്. ഇദ്ദേഹം എപ്പോഴൊക്കെയാണ് ഇലക്ഷനിലേക്ക് നിന്നിട്ടുള്ളത് ആ സമയത്ത് ഒക്കെയും ഇദ്ദേഹത്തിന് വിജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിജയം ഒരു തരത്തിൽ പറഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടിയോടാണെങ്കിൽ പിന്നീട് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം വിജയിച്ചത് ഒരുപക്ഷെ ഏറ്റവും മോശപ്പെട്ട എന്ന് പറയാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് എതിരിട്ടാണ് അദ്ദേഹം വിജയിച്ചെന്ന് പറയാം. മന്ത്രിയായിരിക്കുന്നത് 2016 മുതൽ 2021 വരെയായിരുന്നു ഇദ്ദേഹം. പിന്നീട് സിൻഡിക്കേറ്റ് അംഗമായിട്ടുണ്ട്, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ആയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് പരിചയമായിട്ടുള്ള ഒരുപാട് ഗംഭീര പുസ്തകങ്ങളും KT ജലീലിൻ്റെതായിട്ട് ഈ അടുത്ത കാലത്ത് വരെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ KT ജലീൽ ഒരു സമ്മതനായിരുന്നു, ഒരു പൊതുജന സമ്മതിയുള്ളായിരുന്നു. ഒന്നാമത് ലീഗിൽ നിന്ന് പുറത്തു വരികയും ലീഗിലെ ഏറ്റവും അധികായനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കുകയും ചെയ്തതോട് കൂടിയിട്ട് KT ജലീലിനെ മലപ്പുറത്ത് സുൽത്താൻ എന്ന് പറയുന്ന ഒരു പേര് വീഴുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പരിപൂർണമായിട്ട് തന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ചെലവഴിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും KT ജലീൽ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി നിയമസഭയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അക്രമോത്സുകമായിട്ടുള്ള ശൈലികൾ, വാക്കുകളൊക്കെ പ്രയോഗിക്കുക. കാരണം ഇദ്ദേഹത്തിന് നല്ല ധാരണകളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ഭാഷാ പ്രയോഗമുണ്ട്. അറബി ആയാലും മലയാളമായാലും ഇംഗ്ലീഷ് ഭാഷയായാലും അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിയമസഭയിൽ തൻ്റെ ഒപ്പോസിറ്റ് ഇരിക്കുന്ന മുസ്ലിം ലീഗുകൾക്കെതിരെ ഒന്നാമതായിട്ട് അദ്ദേഹം മുസ്ലിം ലീഗിലെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തിരുന്നിട്ട് അപ്പുറത്തുള്ള ആളുകളെ കൃത്യമായിട്ട് തന്നെ വാക്കുകൾ കൊണ്ട് അടിച്ച് ഇരുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ അദ്ദേഹം നിയമസഭയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും വസ്തുതകൾ നിരത്തി കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ഒരാളാണ് KT ജലീൽ എന്നതിനാൽ ഇദ്ദേഹത്തിന് പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. എത്ര കാലം കഴിഞ്ഞാലും പിണറായി വിജയൻ ഉള്ള കാലത്തോളം KT ജലീൽ മത്സരത്തിനുണ്ടാകും എന്ന് പറയുന്ന ചില വാക്കുകൾ കൂടി, ചില വർത്തമാനം കൂടി നമ്മുടെ മണ്ഡലങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. എന്തൊക്കെയായാലും ഇദ്ദേഹം വീണ്ടും തൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ പോകുമെന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഫഷനിലേക്ക് വീണ്ടും തിരികെ പോകുമെന്നും ഇനി താൻ മത്സരത്തിന് ഉണ്ടാവില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച ഒരാൾ കൂടിയായിരുന്നു KT ജലീൽ. പക്ഷേ പാർട്ടി പറഞ്ഞതിനാൽ അതിനെ അവഗണിക്കാൻ താനില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ KT ജലീൽ എടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രസകരമായിട്ട് വളരെ ഗംഭീരമായിട്ട് ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. നിലമ്പൂരിലെ MLA ആയിരുന്നുള്ള അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അവസാന സമയത്ത് അദ്ദേഹം നിലമ്പൂർ MLA എങ്ങനെയെങ്കിലും പാർട്ടിയെ അടിച്ചാക്ഷേപിച്ചിട്ട് മറ്റു പക്ഷത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴും KT ജലീൽ ഒരു കാരണവശാലും അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ, ആ സൗഹൃദമായിട്ട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയെ പിണക്കുവാനോ പാർട്ടിയെ അവഗണിക്കാനോ CPM-നെ അടിച്ചൊരു മൂലക്കിരുത്താനുള്ള ശ്രമം ഒരു തരത്തിലും KT ജലീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. എന്തായാലും കുറ്റിപ്പുറം വിജയം 2006 പിന്നീട് ഭൂരിപക്ഷത്തിൽ അപാരമായിട്ടുള്ള ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 ആകുമ്പോൾ 17,000 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. പിന്നീട് 2021 എത്തുമ്പോൾ ഇതിന്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. 2,500 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിച്ചിരുന്നത് ഒരു ആളുകളിൽ നിന്ന് പണം പിരിച്ച് ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പണത്തിന്റെ ഒഴുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയങ്ങളും പണത്തിന്റെ ഒഴുക്ക് കൊണ്ടാണ് ഇങ്ങനെ വോട്ട് കുറഞ്ഞത് എന്ന് പറയുന്ന വർത്തമാനങ്ങളുണ്ട്. എന്തൊക്കെയായാലും മത്സരിച്ച സമയത്ത് മുഴുവൻ വിജയം എന്നത് KT ജലീലിന്റെ ഒരു കുത്തകയായിരുന്നു.
ഇത്തവണയും തവനൂർ എന്ന് പറയുന്ന മണ്ഡലം ഇടതുപക്ഷത്തിന് ഏറെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ഒരു തരത്തിലും ഇടതുപക്ഷം ആര് തന്നെ മത്സരിച്ചാലും അവരെ അവഗണിക്കുകയോ അവരെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത്തവണയും തീർച്ചയായിട്ടും കെ ടി ജലീൽ തന്നെ വിജയിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ സമീപ പ്രദേശങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് BJPയിൽ ഉണ്ടാവുകയും പിന്നീട് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന, പാലക്കാട്ട് നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് എതിരായിട്ട് മത്സരിക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്ന ചില പോസ്റ്ററുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന ഒരു സൂചനയൊക്കെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതൊന്ന് താഴ്ത്തെഴുതുക. എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം മിക്കവാറും 2500-ൽ കുറവിൽ മാത്രം അവസാന സമയത്ത് വിജയിച്ച കെ ടി ജലീൽ ഈ ഒരു ഇലക്ഷനിൽ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ബൈ.